വണ്ടി ഓണാവുന്നില്ലല്ലോ, എന്തോ ചെയ്യും? അളി എന്നെ അത്യാവശ്യമായിട്ട് ഗവൺമെന്റ് ആശുപത്രി ഒന്ന് കൊണ്ടാക്കണം. എന്താ അത്യാവശ്യം? എന്താ ബന്ധുക്കളല്ല ആശുപത്രി കിടക്കുന്ന? ബന്ധുക്കളല്ല, മോന്റെ കൂട്ടുകാരൻ ആശുപത്രി കിടക്കുന്നു. ഞാൻ വണ്ടി ഇടിച്ച് ആശുപത്രിയില്ല. അവന് ബ്ലഡ് കൊടുക്കാൻ അത്യാവശ്യം റേറാ ബ്ലഡ്. എന്റെ ബ്ലഡ് ഞാൻ ചേരുന്നതാ, വേറെ ഉള്ളവരുടെ ഒന്നും ചേരുന്നില്ല. അതുകൊണ്ട് വിളിച്ചതാ, പെട്ടെന്ന് എല്ലാം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്റെ വണ്ടി കേടായി. എന്റെ വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. അത്യാവശ്യം ആയതുകൊണ്ടാണ്, എന്നെ കൈവിടല്ലേ. നിന്നോടല്ലോടാ പറഞ്ഞ പെട്രോൾ ഇല്ലാന്ന്. നീ പോവാൻ നോക്ക്. എനിക്കിതല്ലെങ്കിൽ വേറെ വണ്ടി കിട്ടും. അവനവന് വരുമ്പോ പഠിച്ചോളും കേട്ടോ. അല്ലേ അവൻ വന്നേക്കുന്നത് നാട്ടുകാരെ മൊത്തം സഹായിക്കാൻ നടക്കുക. എന്നെ പിടിച്ച് അതിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കുന്നു. പോടാ അടുത്ത്. ഹലോ, നിങ്ങളുടെ മകനെ വണ്ടി ഇടിച്ച് ആശുപത്രിയിലാണ്. അയ്യോ, എന്താ? ഇങ്ങോട്ട് ഞാൻ പറയാം. ഹോസ്പിറ്റലിൽ നിന്ന് ശിവനെ വിളിക്കുന്നത്. രാമചേട്ടൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. പെട്ടെന്ന് വരാൻ പറ, അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോവാ. സമയമില്ല. ഡോക്ടർമാർ ഇവിടെ എപ്പോഴേ ചോദിക്കുന്നത് ആള് വന്നില്ലയോ എന്ന്. ഇതാരാ? സലീമോ? കുഞ്ഞിനെങ്ങനെയുണ്ട്? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നടാ. രാമനെ എന്തു പറഞ്ഞ് സ്നേഹിക്കണമെന്ന് എനിക്കറിയത്തില്ല. തക്ക സമയത്ത് രാമ നീ ഇടപെട്ടതുകൊണ്ട് എൻ്റെ മോൻ ജീവിച്ചിരിക്കുന്നു. നിന്നെ ഈ ജന്മത്തിൽ ഞാൻ മറക്കില്ലടാ. അത് പോട്ടെ, ഒരാളെ അങ്ങ് രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ, അരി വലുതെന്തുവാ. ഇയാളെ പിശുക്കുതരമൊന്നും ഇച്ചിരി പറയണത്. ആ സംഭവത്തിന് ശേഷം ഞാൻ യാതൊരുവിധ പിശുക്കുത്തരവും കാണിക്കാറില്ല. രാമ, നീ വിചാരിച്ചുകൊണ്ട് ഞാൻ നന്നായി കേട്ടോ. നല്ലത് പഠിച്ചാൽ തനിക്ക് കൊള്ളാം.